ഫ്രണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അൽക്കസാർ ഷോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വന്നിരിക്കുന്ന വണ്ടി ഹോണ്ട CR-V ആണ്. വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തോട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ അൽക്കസാർ ഷോ. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഓക്കെ 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 ഫ്രണ്ട്സ്, ഇവിടെയാണ് ഈ അൽക്കസാർ ഷോ നടക്കുന്ന സ്ഥലം കേട്ടോ. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്തോ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൺ ദ വേ നമുക്ക് ഇഷ്ടമാതിരി നമ്മൾ മാർക്കറ്റ്സ് കാണാം കേട്ടോ. ഇഷ്ടമാതിരി ഇവിടെ അത് സത്യം പറഞ്ഞാൽ ഇവർ പറയുന്ന ഭാഷ നമുക്ക് ശരിക്കും മനസ്സിലേ ആവില്ല. ഇവർ ഇംഗ്ലീഷ് എപ്പി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഭാഷ നമുക്ക് ക്ലിയർ ആവില്ല, ഒട്ടും ക്ലിയർ ആവില്ല. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാലൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമല്ലോ. ഇതൊക്കെ വലിയ വലിയ ഹോട്ടൽസാണ്. കുഴപ്പമില്ല കേട്ടോ. ഈ രാത്രി ആകുമ്പോഴാണ് ശരിക്കും തായ്ലൻഡിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ അറിയണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നോക്കി വരുമ്പോൾ നമ്മളെ ഹോട്ടലിന് ഒരു 1.5 കിലോമീറ്റർ മാക്സിമം അത്രയും ഉണ്ടാവുമല്ലോ. വേണമെങ്കിൽ നടന്നു പോകാം നമുക്ക് ഇവിടുന്ന് ഹോട്ടലിലേക്ക്. നമ്മൾ ഗൂഗിളിൽ മാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാക്ക് ചെയ്യാം. പോകണം നമുക്ക് ടൊയോട്ടയുടെ ഒരു വണ്ടി കേട്ടോ. അതിൻ്റെ പേര് നമുക്ക് ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കുറേ ഇതുപോലത്തെ വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ടൊയോട്ടയുടെ. ഇത് ട്രയാങ്കിൾ സൂപ്പർ ക്ലബ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതാണ് തായ്ലാൻഡിലത്തെ ലൈഫും കാര്യങ്ങളും. ആൾക്കാർ വരുന്നു, എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും അൽക്കസാർ നമുക്ക് പ്രോഗ്രാം തുടങ്ങാൻ നമുക്ക് ഒരു സമയം 8 മണിക്കാണ് പറഞ്ഞു കിട്ടത്. അപ്പോൾ വിൽ വെയിറ്റ്. നമുക്ക് ഓൺ ദ വേ ഇഷ്ടംമാതിരി മസാജ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ നേരെ മുന്നിൽ നമുക്ക് കറൻസി എക്സ്ചേഞ്ച്. നമ്മൾ വരുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഇഷ്ടംമാതിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. അപ്പുറത്തെ സെൻട്രൽ മറീന, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് നമുക്ക് ടിക്കറ്റ് വന്നിരിക്കുന്നുണ്ട്. നമ്മളിനി എന്താണ് പരിപാടി നമുക്ക് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് എന്താണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, പ്രോഗ്രാം തുടങ്ങാൻ ഞാൻ മുന്നേ പറഞ്ഞല്ലോ 8 മണിക്കാണ്. അപ്പോൾ ആൾ പറഞ്ഞു വേണമെങ്കിൽ ഒരു 7:45 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് അടിക്കാം. 7:45 നമ്മൾക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കാണാം. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അവിടെ റൗണ്ട് അടിക്കാം, വേണമെങ്കിൽ മേടിക്കാതിരിക്കാം, നമുക്ക് നമ്മളെ ഇഷ്ടം. നമുക്കൊന്ന് മാർക്കറ്റിലേക്ക് പോയാലോ? വെറുതെ അല്ല, റൗണ്ട് അടിക്കാമല്ലോ. നമുക്ക് പറ്റിയത് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മേടിക്കാം. വണ്ടികൾ പോയിക്കോട്ടെ. ഇവിടുത്തെ നമുക്ക് റൂൾസും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം കൊണ്ട് നമ്മളവിടെ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ പ്രശ്നങ്ങളായി. അപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന കേസാവും. ഫുട്പാത്തിൽ ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് നടക്കണ്ടാണോ? ചക്ക ഇവർ തന്നെ പൊളിച്ച് നമുക്ക് തരും. എന്താ മാങ്ങ ഒക്കെ 100 ബാത്ത് 70 ബാത്തൊക്കെയാണ് മാങ്ങ. ഇവര് ഫ്രൂട്ട്സ് ആണ് ഇവിടെ കേട്ടോ കൂടുതൽ നമുക്ക് കാണുന്നത്. ഫ്രൂട്ട്സ് മാർക്കറ്റാണ് മെയിൻലി ഇത്. മാംഗോസ്റ്റീൻ എവറി 1 kg 250 ബാത്ത്. നമ്മളവിടെ നോക്കി വരുമ്പോൾ ഒരു 600 റുപ്യോളം.
അവക്കോടോ 100. നിങ്ങൾ കണ്ടില്ലാണ് വേണ്ട, ഇതേ ക്രോക്കോഡൈൽ ഇട്ടാ. നമ്മൾ ഇത്ര കാലം ടി വിയിൽ കണ്ടിട്ടുള്ളൂ. ക്രോക്കോഡൈൽ ബാർബിക്യൂ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ കഴിക്കണ ക്രോക്കോഡൈൽ കഴിച്ചു നോക്കണ? ശരി, നമുക്ക് നോക്കാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇവിടെ ചിക്കൻ കുബൂസ് പോലത്തെ സംഭവമാണ്. 100 റുപ്യ. ഒരു ഫുൾ ചിക്കൻ ആണെങ്കിൽ നമുക്ക് 200 റുപ്യ. കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടുത്തെ സെയിം പ്രൈസ് തന്നെ വരണേ, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നോർമൽ പ്രൈസ്. ഇതെന്തത് പാമ്പാ? ഓ, ഫോട്ടോ എടുക്കാം. പാമ്പും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ തലയിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എന്നാണ് ഇവിടുത്തെ ഇത്. ഈ ജ്യൂസ് ഐറ്റംസ് വേണമെങ്കിൽ കുടിക്കണമെങ്കിൽ അതും നമുക്കിവിടെ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. ഓ, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. നമ്മളിത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ സംഭവം. ഹൗ മച്ച് ഫോർ ദിസ്? ഓ, 1 കോല. അപ്പോൾ which flavor do you want? Any other cola than cola, okay? Which flavor is this? Fanta, huh? Yes. Fanta. Then go for Fanta. നമ്മളിവിടെ ഇല്ലാത്തൊരു ഫ്ലേവറാണ് കാണുന്നത്. ₹30. നമുക്കിവിടെ ഓപ്പൺലി ബിയറും കാര്യങ്ങളും ബഡ്വൈസർ, ഹെനിക്കൻ എല്ലാ സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കാണ്. ക്ലബ് ഇമ്പാക്ട് എനിക്ക് പൈസ കൊടുക്കും 30 baht. ഇതെന്താണോ സംഭവം? ഇവിടെ ഗ്രിൽഡ് പോർക്ക്, ചിക്കൻ മീറ്റ്, ചിക്കൻ. ഇത് ബാർബിക്യൂ എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ചിക്കൻ. ദിസ് ഇസ് ചിക്കൻ ഫോർ 1 stick 10 baht. Okay. 2 stick. What about this? What is this? Pork sausage. Okay. These are all pork. Yeah, only pork. All this pork. जैसे कि pork है ना. These are all chicken. Yeah. What is this? Chicken liver. Oh, okay. जैसे कि pork है ना. Got it. അങ്ങനെ കൈയോടെ ഇവരുണ്ടാക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. ജെസ്സിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, ധൈര്യം കുറവാണോ അവൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് 2 ചിക്കൻ മേടിച്ചിട്ട് സ്കൂട്ടാവാം. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റോളിലേക്ക് തപ്പി നടക്കാം. ചിക്കൻ തന്നെയാണ്, കുഴപ്പമില്ല. സംഭവം എന്താണ്, ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും കേട്ടോ. ഇവിടെ കോക്കനട്ടിൻ്റെ ജ്യൂസ് സെൻറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണോ ഇനി? ഒരു പ്ലെയിൻ കാണുമ്പോൾ ശരിക്കും പ്ലെയിൻ മാറി ഉണ്ട് കേട്ടോ. ഓ, ഇവിടെയാണ് ഈ ബനാന റൊട്ടി. ഇങ്ങനെ ബനാന റൊട്ടിയാണ് എന്താ പറയുന്നത്? ഫ്ലോർ ബനാന. അത് മതി പറയണം. ഫ്ലോർ ആൻഡ് ബനാന എന്തോ അല്ലേ. എല്ലാം മുക്കുമുള്ളിലും ബിയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗാർലിക് ബ്രെഡ് 30 baht. അത് കുറച്ച് കൂടുതല. ഓ, 3 അന്തനെയായിരിക്കും.
ചെമ്മീനൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ നാട് വിട്ട് വരുമ്പോൾ നമുക്ക് ഓരോരോ കൾച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ പറയുന്ന ചെമ്മീനോ മീനോ നമ്മൾ മേടിച്ചിട്ട് അവർക്ക് ബാർബിക്യൂ കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കാം. ചേച്ചി ഉണ്ടാക്കുന്നില്ലല്ലോ. ഒക്കെ തുടങ്ങാൻ പോകണമല്ലോ. എന്തായാലും ചേച്ചി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റെക്കോർഡിങ് കാര്യങ്ങൾ പിന്നെ ചെയ്യാം. പോവാ. പോമഗ്രാനൈറ്റിൻ്റെ ജ്യൂസൊക്കെ, പോമഗ്രാനൈറ്റ്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ അത് നമ്മുടെ സ്റ്റിക്കി റൈസ് ആൻഡ് മാംഗോ നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ചേച്ചി ഉണ്ടാക്കിക്കോട്ടെ. നമ്മൾ കുറേ കണ്ടിട്ടില്ലാണ് ഈ സംഭവം. ഈ പ്ലെയിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. ഒരു റെസ്റ്റോറൻ്റ് ആണോ അത്? ഒന്നുമില്ലേ ഇതേ? ആ ചേച്ചി ഇത് നമ്മൾ പൊറോട്ട പരത്തുന്നു. നമ്മളെ നാട്ടിലെ ചേച്ചിക്ക് നല്ല പൊറോട്ട അടിക്കുന്ന ആളായി മാറാട്ടാ. ചേച്ചിയെ ഫ്ലോ ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? അയ്യോ സാറില്ല, എന്തായാലും നമ്മൾ ഒരെണ്ണം മേടിച്ചു. അത് മേടിച്ചിട്ട് നമുക്ക് ടേസ്റ്റിനങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാം. ഓക്കെ, ബനാന അതിലേക്ക് മുറിച്ചിടണം. മുട്ടയും കൂടി ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. അത് ഞാനത് ഓർഡർ കൊടുത്തതിൽ എന്തോ ചെറിയൊരു അമ്മണി പറ്റിയതാണ്. എന്തായാലും അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ. സമയം നോക്കട്ടെ. സമയം ചില 7:45 നമുക്ക് ആൽക്കസാർ ഷോണിന് എത്തേണ്ടതാണല്ലോ. നമ്മൾ സമയം എത്രയായി? 7:30 ആയിട്ട്. കുഴപ്പമില്ല. അതന്നെ പൊറോട്ട തന്നെയാണ് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതിൽ ബനാന ഇട്ടു മാത്രം. നമ്മൾ കേരളക്കാർക്ക് പഠിക്കേണ്ട സംഭവങ്ങളാണ്. അതേപോലെ നമുക്കൊരു പൊറോട്ട 12 റുപ്യ 13 റുപ്യക്ക് കൊടുക്കുന്ന സാധനം ഇങ്ങനെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ 50 റുപ്യക്കെങ്കിലും മിനിമം കൊടുക്കാം. ഇതന്നെ മിൽക്ക് മെയ്ഡ് പോലത്തോട് സാധനം ഇനിയിപ്പോൾ അതിന് മേലെ ഒഴിച്ച് സാധനം റെഡി. എന്തായാലും പിന്നെ കുത്തി കഴിക്കാൻ നമുക്ക് ടൂത്ത് പിക്ക് പോലത്തെ സാധനം 2-3 ടിഷ്യൂ. ഇതെന്താ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ ഉണ്ട്. നമ്മളിത് കാശോട്ട് മേടിക്കുക, അവർക്ക് കൊടുത്തു അവർ കൈയോടെ നമുക്ക് ചുട്ടു തരും. ഒരു മിനി മാർക്കറ്റ് തന്നെയാണ് അത്. ഇവിടുത്തെ വലുതാണ് എൻ്റെ മോള് പറയുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ ക്രോക്കഡൈൽ. ഇതിൻ്റെ സാധനം ഒറിജിനൽ മനസ്സിലാവില്ല. ഹോട്ട് ഡോഗ് പൊട്ടാറ്റോ, സ്പൈറൽ പൊട്ടാറ്റോ. സ്പൈറൽ പൊട്ടാറ്റോ. നമുക്ക് ആൽക്കസാറിൻ്റെ ഷോയുടെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് എന്തായാലും അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് കുട്ടികൾ പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഡ്രൈവർ ചേട്ടനോട് പോയിക്കോളാൻ പറയാനാണ്. നമുക്ക് ഇവിടെ നടന്നു പോകാം എന്നാണ് കുട്ടികൾ പറയുന്നത്. മീൻ അതൊരു മാർക്കറ്റാണ് ഇതിനുള്ളിൽ കണ്ട. ഇതെന്താ വെച്ചോ മീൻ ചുട്ടതാന്ന് തോന്നുന്നു. അയ്യോ അടിച്ച
ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീർ കുടിക്കാതെ ഒരാൾ ഇതാവില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടം മാതിരി. പിന്നെ സുഷി, എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകാം, നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് എൻജോയ് ചെയ്യാം. നമ്മളെ സലേറി കൊണ്ടിട്ട് ഇവിടെ ഇവിടെയും പിച്ചക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില വണ്ടികളൊക്കെ നമ്മളെ അവിടെ ഇല്ലാത്ത വണ്ടികളെ പ്രത്യേക ഭംഗിയാണ്. ഇമ്പാക്ട് ക്ലബ്